അൽ വഹദത്തു സാദിസ നമ്മുടെ പാഠപുസ്തകത്തിലെ ലാസ്റ്റ് യൂണിറ്റാണ്. ഖമീസുൽ ഖലീഫ, ഖലീഫയുടെ കുപ്പായം എന്ന ഖിസ്സ താരിഖിയ ചരിത്രകഥയാണ് ഇതിലെ ഒന്നാമത്തെ പാഠം. നീതിയെ സൂചിപ്പിക്കുന്ന ഒരു ത്രാസിനെ അവിടെ കാണിച്ചിട്ടുണ്ട്. ഖമീസുൽ ഖലീഫ, ഖലീഫയുടെ ഷർട്ട്. ജാഅത്ത് അഖ്മിശത്തുൻ ഇലൽ ഖലീഫത്തി ഉമർ ബിനുൽ ഖത്താബ് മിനൽ യമൻ. ഖലീഫ ഉമർ ബിൻ ഖത്താബിൻ്റെ അടുക്കലേക്ക് യമനിൽ നിന്നും കുറേ തുണികൾ വന്നു. ജാഅത്ത് വന്നു, അഖ്മിശത്തുൻ തുണികൾ, ഇലൽ ഖലീഫത്തി ഉമർ ബിൻ ഖത്താബ് ഖലീഫ ഉമറിലേക്ക്, മിനൽ യമൻ യമനിൽ നിന്നും. അഅ്താ കുല്ല വാഹിദിൻ അദ്ദേഹം ഓരോരുത്തർക്കും നൽകി, മിൻ റഅയത്തിഹി തൻ്റെ പ്രജകളിൽപ്പെട്ട ഓരോരുത്തർക്കും അദ്ദേഹം നൽകി, ഖിത്അത്തൻ മിൻഹ അതിൽ നിന്നും ഒരു പീസ്, ഒരു കഷ്ണം, ആ തുണിയുടെ ഓരോ കഷ്ണം ഓരോരുത്തർക്കും നൽകി. ആ കഷ്ണം തക്ഫീഹി മതിയാകും, സൗബൻ വാഹിദൻ ഒരു സൗബിന് ഒരു വസ്ത്രത്തിന് മതിയാകുന്ന അളവിലുള്ള ഒരു പീസ്, ഓരോ പീസ് ഓരോരുത്തർക്കും നൽകി. ബഅദ അയ്യാമിൻ ദിവസങ്ങൾക്ക് ശേഷം സഅദ ഉമറു അലൽ മിമ്പരി ഉമർ റളിയല്ലാഹു മിമ്പറിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി കയറി. സഅദ കയറി. വഖാല അയ്യുഹന്നാസ് അദ്ദേഹം പറഞ്ഞു, അയ്യുഹന്നാസ് ജനങ്ങളെ, ഇസ്മഉ വാതിഉ നിങ്ങൾ കേൾക്കൂ, അനുസരിക്കൂ. ഫഖാമ റജുലുൻ അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നു. വഖാല എന്നിട്ട് പറഞ്ഞു, ലാ സംഅ വലാ ത്വാഅത കേൾവിയുമില്ല അനുസരണയുമില്ല, കേൾക്കുകയുമില്ല അനുസരിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ അത്ഭുതത്തോട് ചോദിച്ചു, വലിമദാലിക് എന്തുകൊണ്ടാണ് കേൾക്കുകയില്ല അനുസരിക്കുകയില്ല എന്ന് പറയുന്നത്? അപ്പോൾ റജുൽ പറയുന്നു, ലി അന്നക ഇസ്തഅ്സർത അലൈന കാരണം താങ്കൾ ഞങ്ങളെക്കാൾ കൂടുതൽ എടുത്തിരിക്കുന്നു. ലിയന്നക കാരണം താങ്കൾ ഇസ്തഅ്സർത താങ്കൾ കൂടുതൽ എടുത്തിരിക്കുന്നു, അലൈന ഞങ്ങളെക്കാൾ. അപ്പോൾ ഉമർ ചോദിക്കുന്നു, ബി അയ്യി ഷൈഇൻ എന്ത് കാര്യമാണ് ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ എടുത്തത്? അപ്പോൾ റജുൽ പറയുകയാണ്, ലഖദ് അഅ്തൈത താങ്കൾ നൽകി, കുല്ല മിന്ന ഞങ്ങളിൽ ഓരോരുത്തർക്കും, ഖിത്അത ഖുമാശിൻ ഒരു കഷ്ണം തുണി, തക്ഫി സൗബൻ വാഹിദൻ ഒരു വസ്ത്രത്തിന് മതിയാകുന്ന അളവിലുള്ള ഒരു കഷ്ണം തുണി. തക്ഫി മീൻസ് മതിയാകുന്ന, സൗബൻ വാഹിദൻ ഒരു വസ്ത്രത്തിന്. വ അൻത റജുലുൻ തവീലുൻ താങ്കൾ നീളമുള്ള ഒരു മനുഷ്യനാണ്, ഉയരമുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. വ ഹാദിഹിൽ ഖിത്അതു ആ കഷ്ണമുണ്ടല്ലോ, അത് ലാ തക്ഫീക സൗബൻ താങ്കൾക്ക് ഒരു വസ്ത്രത്തിന് മതിയാവുകയില്ല. എന്ന് വെച്ചാൽ താങ്കൾ നല്ല നീളമുള്ള ഹൈറ്റുള്ള വ്യക്തിയാണ്, അപ്പോൾ താങ്കൾക്ക് ഇത്രയും പാകമായ രൂപത്തിൽ ഉള്ള നീളത്തിലുള്ള കുപ്പായം ഉണ്ടാക്കാൻ ആ തുണി കൊണ്ട് കഴിയുകയില്ല. വനറാക്ക ഖദ് ഖയ്യത്തഹു ഞങ്ങൾ താങ്കളെ ഇപ്പോൾ കാണുന്നു, ഖദ് ഖയ്യത്തഹു താങ്കൾ തയ്പ്പിച്ചിരിക്കുന്നു ആ തുണിയെ. ഹു മീൻസ് അതിനെ, ആ തുണിയെ താങ്കൾ തയ്ച്ചിരിക്കുന്നു, ഖമീസൻ കാമിലൻ ഒരു പൂർണ്ണമായ ഖമീസായി കൊണ്ട്. അറബികൾ ഇടുന്ന പൂർണ്ണമായ നീളക്കുപ്പായം ഉണ്ടല്ലോ, അങ്ങനെ പൂർണ്ണമായ ഒരു നീളക്കുപ്പായം താങ്കൾ തയ്പ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. അത്രയും വലിയ നീളക്കുപ്പായം തയ്ക്കാൻ മാത്രമുള്ള തുണി ഞങ്ങൾക്കാർക്കും താങ്കൾ തന്നിട്ടില്ല. ഫലാബുദ്ധ അപ്പോൾ അനിവാര്യമാണ്, നിർബന്ധമാണ്, തീർച്ചയായും സംഭവിച്ചിട്ടുണ്ട്. എന്ത്? അന്നക അഖദ്ത താങ്കൾ എടുത്തിരിക്കുന്നു, അക്സറ മിമ്മ അഅ്തൈതന താങ്കൾ ഞങ്ങൾക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ചെറിയ കഷ്ണം തുണിയാണ് തന്നത്, എന്നിട്ട് താങ്കൾ കൂടുതൽ തുണി എടുത്തിരിക്കുന്നു, അതുകൊണ്ടാണ് ഇത്രയും വലിയ ഷർട്ട് താങ്കൾക്ക് അതിനെ കൊണ്ട് തയ്പ്പിക്കാൻ കഴിഞ്ഞത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അപ്പോൾ ഉമർ മുൽത്തഫിത്തൻ ഇല ഇബ്നിഹി തൻ്റെ മകന് നേരെ തിരിഞ്ഞുകൊണ്ട്, ഉമറിൻ്റെ മകനും സദസ്സിൽ ഇരിക്കുന്നുണ്ട്. യാ അബ്ദുള്ള മകനെ വിളിച്ചു, യാ അബ്ദുള്ള എന്ന് വിളിച്ചു. അബ്ദുല്ലാഹിബിൻ ഉമറാണ് ഉമറിൻ്റെ ആ മകൻ. എന്നിട്ട് ഉമർ അബ്ദുള്ളയോട് പറഞ്ഞു, അജിബ് അൻ കലാമിഹി അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് മറുപടി കൊടുക്കൂ, ഉത്തരം കൊടുക്കൂ. അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമർ പറയുകയാണ്, ലഖദ് അഅ്തൈതുഹു ഖിത്അതി എൻ്റെ തുണിയുടെ കഷ്ണം ഞാൻ അദ്ദേഹത്തിന് നൽകിയതാണ്. ലഖദ് അഅ്തൈതുഹു ഞാൻ അദ്ദേഹത്തിന് നൽകി, ഖിത്അതി എൻ്റെ കഷ്ണം. അബ്ദുല്ലാഹിബിൻ ഉമറിനും ഒരു കഷ്ണം തുണി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? ആ കഷ്ണം തുണി ഉപ്പാക്ക് കൊടുത്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ തന്ന കഷ്ണവും തനിക്ക് ലഭിച്ച കഷ്ണവും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു വലിയ കുപ്പായമുണ്ടാക്കി ധരിച്ചു. അതിനാണ് ഇദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ആ റജുലു പറഞ്ഞു, അമ്മൽ ആൻ ഫസ്സമഅ വത്വാഅതു അങ്ങനെയാണെങ്കിൽ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാം. അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് ന്യായമായ ചോദ്യമാണ്. ഖലീഫയാണെങ്കിൽ പോലും ന്യായമായ ചോദ്യം ഖലീഫയുടെ മുഖത്ത് നോക്കി അദ്ദേഹം ചോദിച്ചു. എങ്ങനെ അദ്ദേഹത്തിന് അത് ചോദിക്കാനുള്ള ധൈര്യം കിട്ടി? ഇന്നാണെങ്കിൽ നമ്മുടെ
ഭരണത്തലവനോട് നമ്മൾ, അല്ലെങ്കിൽ ഒരു ചെറിയ അധികാരമുള്ള ആളോട് ചോദിക്കാൻ ധൈര്യമുണ്ടാകുമോ? ഇല്ല. കാരണം ഇസ്ലാമിക ഭരണത്തിൻ്റെ മഹത്വമാണതല്ലേ. ആദ്യമായി ജനാധിപത്യ രീതിയിലുള്ള ഭരണം നടപ്പിലാക്കിയത് ഇസ്ലാമിക സംസ്കാരമാണ്. ഈ 4 ഖലീഫമാരാണ് ആദ്യമായി ജനാധിപത്യ രൂപത്തിൽ ഭരണം നടത്തിയത്. ഒരു ജനാധിപത്യ രൂപത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണത്. ഏത് ഖലീഫയാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും മുഖത്ത് നോക്കിയിട്ട് ജനങ്ങൾക്ക് ആരോപണങ്ങളും ചോദ്യങ്ങളും, അനീതി കണ്ടാൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളത് അത് അന്ന് ഉണ്ടായിരുന്നു. ഓക്കെ. അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനാണല്ലേ. അത്രയും വലിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയോടാണ് കേവലം ഒരു വ്യക്തി ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നത്. തീർച്ചയായും ഇസ്ലാമിക ഭരണത്തിൻ്റെ മഹത്വമാണത്. ഇന്ന് പോലും അങ്ങനെ ഒരു ഭരണത്തലവനോടോ മറ്റോ ചോദിക്കാനുള്ള ധൈര്യം ആർക്കും ഉണ്ടാവുകയില്ല. ഓക്കെ. ഇനി ഇവിടെ നുലാഹിളു വനക്തുബ്, നമുക്ക് വായിക്കാം, നിരീക്ഷിക്കാം, എഴുതാം. ഇസ്മ, ഇവിടെ കുറെ അമ്ര ഫേലുകൾ കൊടുത്തിട്ടുണ്ട്. ഫേല്, മാളി, മുളാരി, അമ്ര, അങ്ങനെ 3 തരം ഉണ്ട് അല്ലേ. അതിൽ അമ്രാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇസ്മ, നീ കേൾക്കൂ, നീ ചെയ്യൂ എന്ന് പറയുന്നതാണ് അമ്ര ഫേല്. നീ കേൾക്കൂ എന്നാണ് ഇസ്മ എന്ന് പറഞ്ഞാൽ. ഒരാളോട് പറയുന്നതാണ് അത് ഇസ്മ. ഇനി അടുത്ത കോളത്തിൽ എഴുതേണ്ടത് ഇസ്മ എന്നാണ്. നിങ്ങൾ കേൾക്കൂ, അതായത് 2 പേരോട് പറയുന്നത്. ഇനി അതിൻ്റെ 3ാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നതോ ഇസ്മഉ, നിങ്ങൾ കേൾക്കൂ, 2ൽ കൂടുതൽ പേരോട് പറയുന്നത്. അപ്പോൾ 1ാമത്തെ കോളത്തിലുള്ള അമ്ര ഫിഅലി മുഫ്രദാണ്, അതായത് ഒരു വ്യക്തിയോട്, ഒരാളോട് പറയുന്നതാണ്. 2ാമത്തെ കോളത്തിലുള്ള അമ്ര ഫിഅലി മുസന്നയാണ്, 2 ആളോട് പറയുന്നതാണ്. 3ാമത്തെ കോളത്തിലുള്ളതോ ജം ആണ്, 2ൽ കൂടുതൽ പേരോട് പറയുന്നതാണ്, അതായത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നത്. അതാണ് അമ്ര. ഇനി 2ാമത്തെ റോയിലുള്ളത് അത്തി എന്നാണ്, നിങ്ങൾ അനുസരിക്കൂ, 2 പേരോട് പറയുന്നത്. അതിൻ്റെ 3ാമത്തെ കോളത്തിലുള്ളത് അത്തിയോ, നിങ്ങൾ അനുസരിക്കൂ, 2ൽ കൂടുതൽ പേരോട് പറയുന്നത്. ഇനി ഒരാളോട് പറയണം അല്ലേ, നീ അനുസരിക്കൂ എന്ന്. അതെങ്ങനെ പറയും? അത്തി, നീ അനുസരിക്കൂ. അടുത്തത് ഉഖ്റുജ്, നീ പുറപ്പെടൂ, ഒരാളോട്. 2 പേരോടാണെങ്കിൽ ഉഖ്റുജ, നിങ്ങൾ 2 പേര് പുറപ്പെടൂ. 2ൽ കൂടുതൽ പേരോടാണെങ്കിൽ ഉഖ്റുജു, നിങ്ങൾ പുറപ്പെടൂ. ഇനി ഒന്ന് നമ്മൾ എഴുതണം. ഉക്തുബ് എന്ന് എഴുതിക്കൊള്ളൂ, നീ എഴുതൂ. ഉക്തുബ, നിങ്ങൾ എഴുതൂ, 2 പേരോട്. ഉക്തുബു, നിങ്ങൾ എഴുതൂ, 2ൽ കൂടുതൽ പേരോട്. ഇനി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹുവ, അദ്ദേഹം അബു ഹഫ്സിൻ ഉമർ ഇബ്നുൽ ഖത്താബ് അൽ ഖുറശി, ഖുറൈശിയായ അബു ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബാണ്. അബു ഹഫ്സ് എന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ്. കുഞ്ഞത്ത് എന്ന് പറഞ്ഞാൽ അറബികൾ അബു, ഇബ്ന് ഒക്കെ ചേർത്തുകൊണ്ട് വിളിക്കുന്ന പേരിനാണ് കുഞ്ഞത്ത് എന്ന് പറയുക. ഉമറിൻ്റെ കുഞ്ഞത്ത് അബു ഹഫ്സ് എന്നാണ്. ഇസ്തഹറ ബി അദ്ലിഹി വ ഇൻസാഫിഹി, അദ്ദേഹം തന്നെ നീതി കൊണ്ട് പ്രശസ്തനായി. അദ്ലി, ഇൻസാഫ് എന്ന് പറഞ്ഞാൽ നീതി. വലുക്കിബ, അദ്ദേഹത്തിന് പേര് നൽകപ്പെട്ടു ബിൽ ഫാറൂഖ്, ഫാറൂഖ് എന്ന് പേര് നൽകപ്പെട്ടു. കാരണം അന്നഹു, കാരണം അദ്ദേഹം ഫറഖ ബൈനൽ ഹഖ് വൽ ബാത്തിലി, സത്യത്തിനും ബാത്തിലിനും ഇടയിൽ അദ്ദേഹം വേർതിരിവുണ്ടാക്കി. സത്യത്തെയും അസത്യത്തെയും അദ്ദേഹം വേർപ്പെടുത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫാറൂഖ് എന്ന് പേര് കിട്ടിയത്. തഅല്ലമൽ ഖിറാഅത വൽ കിതാബത ഫി സ്സിഗരി, ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വായനയും എഴുത്തും പഠിച്ചു. തവല്ലൽ ഖിലാഫത്ത്, അദ്ദേഹം ഭരണം ഏറ്റെടുത്തു. ബഅദ അബീബക്കർ, അബൂബക്കറിന് ശേഷം. സനത സലാസത ഹിജ്രിയ, ഹിജ്റ 13. വഹകമ ആദിൽ, നീതിമാനായിക്കൊണ്ട് അദ്ദേഹം ഭരണം നടത്തി. വഹുവല്ലദീ ജഅലൽ ഹിജ്റത, അദ്ദേഹമാണ് ഹിജ്റയെ ആക്കിയത്. അസാസൻ, അടിസ്ഥാനമാക്കിയത്. ലി തഖ്വീമിൽ ഇസ്ലാമി, ഇസ്ലാമിക കലണ്ടറിന്. ഇസ്ലാമിക കലണ്ടറിൻ്റെ അടിസ്ഥാനമായിട്ട് ഹിജ്റയെ തീരുമാനിച്ചത് ഉമറാണ്. ഖലാ ഹയാത്തഹു, അദ്ദേഹം തൻ്റെ ജീവിതം ചിലവഴിച്ചു. ഖാദിമൻ ലിന്നാസി, ജനങ്ങളുടെ സേവകനായിക്കൊണ്ട്. ആശ ഷുജാൻ, അദ്ദേഹം ധീരനായിക്കൊണ്ട് ജീവിച്ചു. വമാത ഷഹീദൻ, ഷഹീദായിക്കൊണ്ട് മരണപ്പെട്ടു. സനത സലാസത വ ഇശ്രീന ഹിജ്രിയ, 23, ഹിജ്റ 23 മരണപ്പെട്ടു. ചോദ്യങ്ങൾ. മാ ലഖബു ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ലഖബ് എന്തായിരുന്നു? അൽ ഫാറൂഖ്. ലിമ സുമ്മിയ ഉമർ ബിൽ ഫാറൂഖ്, ഫാറൂഖ് എന്ന് ഉമർ എന്തുകൊണ്ടാണ് പേര് നൽകപ്പെട്ടത്? സുമ്മിയ ഉമർ ബിൽ ഫാറൂഖ് ലി അന്നഹു, കാരണം അദ്ദേഹം ഫറഖ ബൈനൽ ഹഖ് വൽ ബാത്തിലി, ഹക്കും ബാത്തിലും വേർതിരിച്ചു.
മത്താ തവല്ല ഉമർ അൽ ഖിലാഫത്ത്, ഉമർ എപ്പോഴാണ് ഖിലാഫത്ത് ഭരണം ഏറ്റെടുത്തത്? എപ്പോഴാ? തവല്ല അൽ ഖിലാഫത്ത്, തവല്ല ഉമർ അൽ ഖിലാഫത്ത ബഅദ അബീ ബക്കറിൻ സനത്ത സലസത അശറ ഹിജ്രിയ. അതേപോലെ ഇത് തവല്ലയുടെ ശേഷം ഒരു ഉമർ എന്ന് വെച്ച് കൊടുത്താൽ മതി. അബൂബക്കറിന് ശേഷം ഹിജ്റ 13 ഭരണമേറ്റെടുത്തു. കൈഫ ഖലാ ഉമറു ഹയാത്തഹു, ഉമർ എങ്ങനെയാണ് തന്റെ ജീവിതം ചിലവഴിച്ചത്? ഖലാ ഉമറു ഹയാത്തഹു ഖാദിമൻ ലിന്നാസ്, ഉമർ ജനങ്ങളുടെ സേവകനായിക്കൊണ്ടാണ് ജീവിതം കഴിച്ചു കൂട്ടിയത്. ഇനി യഖറഉ വനഫ്ഹമു, നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാം. ഇവിടെ നീല നിറത്തിൽ ചില വാക്കുകൾ കാണാം അല്ലേ? ആ വാക്കുകളാണ് ഹാലുകൾ. എന്താണ് ഹാല്? ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നയാൾ അല്ലെ, ഫായില്, ആ പ്രവൃത്തിയുടെ ഫായിലിനെയോ അല്ലെങ്കിൽ മഫൂലിനെയോ, ഫായിലിൻ്റെയോ മഫൂൽ ബിഹിയുടെയോ ഒക്കെ അവസ്ഥ സൂചിപ്പിക്കുന്ന വാക്കാണ് ഹാല്. ഇവിടെ ഹക്കമ ഉമർ ആദിലൻ, ഉമർ നീതിമാനായിക്കൊണ്ട് ഭരണം നടത്തി. ഹക്കമ ഭരിച്ചു, ഉമർ ഭരിച്ചു. അതിൽ ഉമർ ഫായിലാണ് അല്ലേ? ഹക്കമ എന്ന പ്രവൃത്തിയാണ് ഉമർ ചെയ്തത്, ഭരണം നടത്തിയെന്നത്. ഹക്കമ എന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ ഉമറിന്റെ അവസ്ഥ എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന വാക്കാണ് ശേഷം വന്ന ആദിലൻ എന്നത്. അതുകൊണ്ട് ആ വാക്ക് ഹാലാണ്. അങ്ങനെ അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കിനാണ് ഹാല് എന്ന് പറയുന്നത്. ഹാലിന്റെ ഇഅ്റാബ് നസ്ബാണ്. ഇഅ്റാബ് നസ്ബാണെങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് നൽകണം. അതുകൊണ്ടാണ് ആദിലൻ എന്ന് പറഞ്ഞത്. ആദിലിനും പറയാൻ പറ്റില്ല. ഹക്കമ ഉമർ ആദിലൻ, ഉമർ നീതിമാനായിക്കൊണ്ട് ഭരണം നടത്തി. അതേപോലെ അടുത്തത് ഖലാ ഹയാത്തഹു, അദ്ദേഹം തന്റെ ജീവിതം ചിലവഴിച്ചു. ഖാദിമൻ, സേവകനായിക്കൊണ്ട്, ലില്ലുമ്മത്തി, സമൂഹത്തിന്റെ സേവകനായിക്കൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടി. അപ്പോൾ സേവകനായിക്കൊണ്ട് എന്നതാണ് അവിടെയുള്ള ഹാല്, അവസ്ഥ അല്ലേ? അതുകൊണ്ട് അതിൻ്റെ ഇറാബ് നസ്ബാണ്, അതുകൊണ്ട് ഫതഹ് നൽകി. ആശ ഉമർ, ഉമർ ജീവിച്ചു. ഷുജാഅൻ, ധീരനായിക്കൊണ്ട്. വമാത ഷഹീദൻ, രക്തസാക്ഷിയായിക്കൊണ്ട് മരിച്ചു. അതാണ് ഹാല്. ഇനി കുറച്ച് ഹാലുകൾ നമുക്ക് ഇവിടെ വെക്കാം. ശരിബത്തിൽ ബിന്ദു, പെൺകുട്ടി കുടിച്ചു. അൽമാ, വെള്ളം. ബാരിദൻ, തണുത്തതായിക്കൊണ്ട്. ഇവിടെ ബറദ എന്ന ഫേലിൽ നിന്നും എടുത്ത ഹാലാണ് ബാരിദൻ, തണുത്തതായിക്കൊണ്ട്. ഇവിടെ ഫായിലിന്റെ ഹാലല്ല, എന്തിന്റെ ഹാലാണ്? മഫ്ഊൽ ബിഹിയുടെ ഹാലാണ് അല്ലെ? ശരിബത്തിൽ ബിന്ദു, ബിന്ദു കുടിച്ചു. ശരിബ ഫേല്, ബിന്ദു ഫായില്. അൽ മാ മഫ്ഊൽ ബിഹി, മാഇന്റെ ഹാലാണ്. തണുത്തത് എന്താണ്? വെള്ളമല്ലേ? അത്. ദഹബൽ വലതു ഇലൽ മദ്രസത്തി, കുട്ടി സ്കൂളിലേക്ക് പോയി. റാക്കിബൻ അൽ ഹാഫിലത്ത, ബസ്സിൽ കയറിക്കൊണ്ട്. റാക്കിബൻ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ വലതിൻ്റെ ഫായിലിൻ്റെ ഹാലാണത്. അക്ബലത്തിൽ ഉമ്മു മുസ്രിഅത്തൻ, ഉമ്മ വേഗത്തിൽ വന്നു. അക്ബലത്ത് വന്നു, അല്ലുമ്മ, ഉമ്മ മുസ്രിഅത്തൻ ഉമ്മയുടെ ഹാലാണ്. ഉമ്മ മുദക്കറായതുകൊണ്ട്, മുഅന്നസ് ആയതുകൊണ്ട് മുസ്രിഅൻ എന്ന് പറയാൻ പറ്റില്ല, മുസ്രിഅത്തൻ എന്ന് പറയണം. ഈ അസ്ര എന്ന ഫീൽ നോക്കൂ, അതിൽ എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരമുണ്ട് അല്ലേ? അതിന് മുമ്പ് വന്ന ഫീലുകൾ നോക്കൂ. റക്കിബ, ബറദ, അതിനൊക്കെ 3 അക്ഷരങ്ങളാണ്. 3 അക്ഷരമുള്ള ഫീലാണെങ്കിൽ എങ്ങനെയാണ് ഹാല് അതിൽ നിന്നും ഉണ്ടാക്കുക? ബാരിദൻ, ഫായിലൻ, ആ വദനിലാണ് അല്ലേ? ആ രൂപത്തിലാണ്. റാക്കിബൻ. ഇനി അസ്ര പോലുള്ള 4 അക്ഷരമുള്ള ഫീലാണെങ്കിലോ മുസ്രിഅൻ, ആ രൂപത്തിലായിരിക്കും. ഇവിടെ മുഅന്നസ് ആയതുകൊണ്ട് മുസ്രിഅത്തൻ എന്ന് പറയും. ഇനി അടുത്തത് റജ അൽ ലായിബു, കളിക്കാരൻ മടങ്ങി. ഫരിഹൻ, ഇവിടെ ഫാരിഹൻ എന്നല്ല ഫരിഹൻ എന്നാണ് പറയേണ്ടത്. ഫരിഹയുടെ ആ രൂപത്തിലാണ് വരിക. ഫരിഹൻ, സന്തോഷത്തോടെ. ലായിബ്, കളിക്കാരൻ സന്തോഷത്തോടെ മടങ്ങി. നാമ തിഫ്ലു, കുട്ടി ഉറങ്ങി. ഹാദിഅൻ, കൂളായിട്ട്, എന്താ പറയുക, ശാന്തതയോടെ. ശാന്തതയോടെ, ഹാദിയൻ. അപ്പോൾ അതാണ് ഹാല്. നുബുദത്തുൻ അദാലത്ത് ഉമർ അൽ ഇജ്തിമായ, ഉമറിന്റെ സാമൂഹ്യ നീതിയെ കുറിച്ചൊരു ചെറിയ വിവരണം. അസ്ഖത്തുൽ ഗരീബത്ത്, അദ്ദേഹം നികുതി ഒഴിവാക്കി. അനിൽ ഫുഖറായി വൽ അജസത്തി, ബലഹീനരിൽ നിന്നും ഫക്കീർമാർ, ദരിദ്രരിൽ നിന്നും അദ്ദേഹം നികുതി ഒഴിവാക്കി. എന്ന് വെച്ചാൽ അവരോടൊന്നും അദ്ദേഹം നികുതി വാങ്ങിയിരുന്നില്ല. പിന്നെയോ ഫറലൽ ഗരീബത്ത്, അദ്ദേഹം നികുതി നിർബന്ധമാക്കി. അല ഹസബി മുസ്തവൽ മൈഷത്തി, ജീവിത നിലവാരമനുസരിച്ച്. വലിയ പണക്കാരനാണെങ്കിൽ കൂടുതൽ നികുതി വാങ്ങും, ഒരു ഇടത്തരം പണക്കാരനാണെങ്കിൽ അല്പം കുറച്ച് വാങ്ങും.
അങ്ങനെ ഓരോരുത്തരുടെയും സാമ്പത്തിക നില അനുസരിച്ചാണ് ഉമർ നികുതി വാങ്ങുന്ന ഏർപ്പാടുണ്ടാക്കിയത്. ഇത് എഴുതി പരിശീലിക്കുക. വഹുവല്ലദി യൻഹാ നഫ്സഹു അനിൽ ഹവ, അവനാണ് സ്വയം ദേഹച്ചകളിൽ നിന്നും തൻ്റെ ശരീരത്തെ തടയുന്നവൻ. നുറാജിഉ തർജമത ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബിൻ്റെ തർജമത്ത് നമ്മൾ ഇവിടെ നിന്ന് വായിച്ചില്ല മേലെ നിന്ന്. അതിൽ നിന്നും ഒരു ബയോഡാറ്റ തയ്യാറാക്കാം. അൽ ഇസ്മുൽ കാമിൽ, മുഴുവൻ പേര് എന്താണ്? ഉമർ ബിൻ ഖത്താബ് എന്ന് എഴുതുക. അൽ ലഖബ് ഫാറൂഖ്, അൽ ഫാറൂഖ് എന്ന് എഴുതുക. ഇസ്മുൽ വാലിദ്, പിതാവിൻ്റെ പേരെന്താണ്? അൽ ഖത്താബ്. പിന്നെ ഹൻതമത്ത് ബിന്തു ഹാഷിം എന്ന് കാണുന്നുണ്ടല്ലേ, അത് മാതാവിൻ്റെ പേരാണ്. അപ്പോൾ ഇസ്മുൽ വാലിദത്ത്. ആമുൽ മീലാദ്, ഉമറിൻ്റെ ജനന വർഷം. അതിൽ ഏകാഭിപ്രായമില്ല, സംശയങ്ങളുണ്ട്. എന്നാലും ക്രിസ്താബ്ദം പറയുകയാണെങ്കിൽ 583 അല്ലെങ്കിൽ 584 ഒക്കെയാണ് വരിക. ഓക്കെ, ഇനി മക്കാൽ മുക്കറമ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, അതെന്തായിരിക്കും? മക്കാനുൽ മീലാദ്, ജനന സ്ഥലമാണത്. അൽ മൻസിബ്, സ്ഥാനം എന്താണ്? ഖലീഫ, അൽ ഖലീഫത്ത് അല്ലേ, അല്ലെങ്കിൽ അമീറുൽ മുഅ്മിനീൻ എന്നേതാം. ഇനി ആമുൽ ഇസ്തിഷ്ഹാദ്, മരണപ്പെട്ട വർഷം, ഷഹീദായ വർഷം. സലാസത്ത് വ ഇശ്റൂന ഹിജ്റ, ഹിജ്റ 23 അദ്ദേഹം കൊല്ലപ്പെട്ടത്, ഷഹീദായത്. നഖ്താർ അൽ ജുമുഅ വൽ മുഫ്രദാത്ത് മിനൻ നസ്സി വനക്തുബ്, പടഭാഗത്തു നിന്നും ജമ്മുകളും മുഫ്രദുകളും കണ്ടെത്താം. ഖുമാഷ്, തുണി, അതിൻ്റെ ജമ്മ് അക്മിഷത്ത് എന്നാണ്. റആയ, അതിൻ്റെ മുഫ്രദ് റഅയ്യത്ത്, എന്താണ് അർത്ഥം? പ്രജ, പ്രജകൾ. ഖുമാഷ് തുണി. സൗബുൻ ജമ്മ സിയാബ്, വസ്ത്രം. യൗമുൻ ജമ്മ അയ്യാം, ദിവസം. അൽ മുഫ്രദ് മുഴുവൻ കണ്ടുപിടിക്കണം. ഖിത്അ, കഷ്ണങ്ങൾ, മുഫ്രദ് ഖിത്അത്ത്. ഖുംസാൻ, ഷർട്ട്സ്, മുഫ്രദ് ഖമീസ്. മനാബിർ, സ്റ്റേജ്, സ്റ്റേജുകൾ, മുഫ്രദ് മിമ്പർ. ഖുലഫാ, ഖലീഫത്ത്. ഇത്രയുമാണ് ഈ ഒന്നാമത്തെ പാഠത്തിലുള്ളത്.